ചേന്നാപ്പാറയിൽ ഇന്നലെ ഒരു വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ കാട്ടാന ആക്രമണം നടന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് സോഫിയ എന്ന് പറയുന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളമുള്ളത് ഈ ഒരു ഉറവ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവിടെ തുണി അലക്കുന്നതിനോ അല്ലെങ്കിൽ കുളിക്കുന്നതിനോ ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കാം. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെയാണ് മൃതദേഹം കിടന്നിരുന്നത്. ഒരുപക്ഷെ ഈ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നോ ആന എത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റാതെ ആനയുടെ മുന്നിൽ പെട്ടുപോയതാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ സ്ഥിരം വന്യജീവി ശല്യമുള്ള ഒരു മേഖലയാണ്, കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. എന്നാൽ ഒരു സോളാർ ഫെൻസിംഗ് അടക്കം യാതൊരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇന്നലെ രാത്രി വലിയ പ്രതിഷേധം ഇവിടെ നടന്നതിന്റെ അവശേഷിക്കുന്ന തെളിവുകളാണ് കാണുന്നത്. ഇവിടെ തീ കൂട്ടിയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരം നടന്നിരുന്നത്. നിങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ളവരാണോ? ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. സ്ഥിരം ആനശല്യമാണ്. സ്ഥിരം ആനശല്യം. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു, 6:30 ആയപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നേ. സാധാരണ ഇവിടെ ആന വരുന്നതാണോ? പിന്നെ ഈ മേഖല ഇവിടെ എല്ലാം ആന വരുന്ന ഇവിടെ ഈ ഉറവയുള്ളടത്തും ഉറവയാണ്. ഇവിടെ ഈ താഴെ ഭാഗത്ത് ഇവിടങ്ങളിലെല്ലാം കയറി ഇറങ്ങുന്നതാണ്. എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞത്? നമുക്ക് 6:45 കൂടി അറിയുന്നത്. ഇതിൽ എപ്പോഴും ആളുകൾ വരുന്ന വഴിയല്ലേ? ഇവിടെ സഞ്ചാരം കുറവാണ്. ഈ വീട്ടുകാരൊക്കെ ഇങ്ങനെ വരുന്ന രീതിയാണ്, അല്ലാതെ അറിയില്ല. ഇവിടെ സോളാർ ഫെൻസിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, യാതൊരു ഇതുമില്ല ഇവിടെ. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? ആവശ്യപ്പെട്ട് സർക്കാരിനോട് എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഉടനെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഫണ്ടുകളൊക്കെ അനുവദിച്ച് ഇതുവരെ കിട്ടിയില്ലെന്നാ പറയുന്നത്. 8-10 ആന നമ്മുടെ മുറ്റത്ത് വന്നാണ് കഴിഞ്ഞ ദിവസം. ഞങ്ങളെല്ലാം അതിനെ ഓടിച്ച് തരണം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന കാര്യങ്ങൾ പറഞ്ഞു. റേഞ്ച് ഓഫീസറെ വിളിച്ച് ഡെപ്യൂട്ടിയെ വിളിച്ച് അവർ വിജയിച്ച് വന്ന് എല്ലാത്തിനും ഓടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആന നിരന്തരം ഇങ്ങനെയല്ലേ ശല്യം. ഒരു ജീവനായിപ്പോ എടുത്തേക്കുന്നത് അല്ലേ? ഞങ്ങൾ ഒന്നും ഒരു ജീവിത മാർഗം ഇല്ലാത്തവരവര്. ആ അവരുടെ പറമ്പിൽ കിട്ടുന്ന ആദായം കൊണ്ടും വലിയ കൂലിപ്പണിയും കൊണ്ടും മാത്രമാണ് അവർ ജീവിക്കുന്നത്. സർക്കാർ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുക, അല്ലെ ഒരു ജോലി കൊടുത്തെന്ന് വെച്ചു. എന്ത് നേടാനാ? ഒരു ജീവനാ. അതുങ്ങൾക്ക് ആ പിള്ളേർക്ക് തള്ളയില്ലാതായിപ്പോയി. ചെറുപ്പമല്ലേ, 10-45 വയസ്സല്ലേ ഉള്ളൂ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെന്റിന്റെ ആദപ്പാനം തന്നെ ഇതൊക്കെ. ഇത്രയോ ആന പെരുകിക്കൊണ്ട് തന്നെ ഇരിക്കുമല്ലേ. ഒരേ ദിവസം ചെല്ലുന്നവർ ആന വരുന്നവരെ ഞങ്ങൾ നിങ്ങളെ പോലുള്ളവർ വരുമ്പോഴെല്ലാം റിപ്പോർട്ടെല്ലാം കൊടുക്കും. പക്ഷെ എന്ത് ചെയ്യാനാ? ഇത് എസ്റ്റേറ്റാ, ടി.ആർ.ആൻഡ് എസ്റ്റേറ്റാ. ഒരു പണിയും ചെയ്യാതെ ഇട്ടേക്കും. ഈ കാട് കയറ്റി ഇങ്ങനെ ടി.ആർ.ആൻഡ് എസ്റ്റേറ്റ്. ഒന്നില്ല, സർക്കാർ ഇത് ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്യണം. എസ്റ്റേറ്റ് പൂട്ടിപ്പോയതാണോ അതോ പൂട്ടിയാണ്? ഇതിങ്ങനെ കിടക്കുവാ ഒന്നും ചെയ്യാതെ. ചേട്ടനോ കാട്ടാന ആക്രമണം നേരിട്ട ആളാണ്? അതെ, ഞാനും ബൈക്കിൽ പോയപ്പോൾ കാട്ടാന അടിച്ചിട്ട് ബൈക്കാണ്. കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റി അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ജീവൻ തിരിച്ചു കിട്ടിയെന്നേ ഉള്ളൂ. ഇതുപോലെ ഞങ്ങളെന്നും പോകുമ്പം ആന വന്ന് വഴി നീക്കി ഇങ്ങനെ. ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇത് ടി.ആർ.ആൻഡ് എസ്റ്റേറ്റ് ആണ്. ടി.ആർ.ആൻഡ് കമ്പനിയുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. പക്ഷെ റബ്ബർ പ്ലാന്റേഷൻ പല സ്ഥലത്തും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പകരം കാട് കയറി കിടക്കുകയാണ്. പ്ലാന്റേഷൻ ആണെങ്കിൽ പോലും ഇതിന് വനത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രദേശം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണും. കാട് മൂടിക്കിടക്കുകയാണ്. ഇതിന്റെ ഇടയിലൊക്കെ ആന നിന്നാൽ പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതിന്റെ ഒരു വശം വനമേഖലയാണ്. ആ വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാന ഇതുവരെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. പലതവണ ഈ പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നലെ എന്തായാലും വലിയ പ്രതിഷേധമുണ്ടായി. ഇവിടെ ഉണ്ടായിരുന്ന 2-3 കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. ഈ ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ 2-3 വീടുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ തൽക്കാലത്തേക്കാണെങ്കിലും കമ്പനിയുടെ ലയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. അവർക്ക് അവരുടെ ഉപജീവനമൊക്കെ ഉപേക്ഷിച്ച് എന്നേക്കുമായി അവിടെ മാറണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള നഷ്ടപരിഹാരമൊക്കെ നൽകേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ അത്തരം ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ പ്രതിഷേധമുണ്ടായി. തൽക്കാലത്തേക്ക് അവരെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. അപ്പോഴും കാട്ടാന ശല്യം അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ ആളുകളെ, ഇവിടെയുള്ള ആളുകളെ സ്ഥിരമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ അത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതിരിക്കുന്നു. എന്തായാലും കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മൃതദേഹം ചേന്നാപ്പാറയിലേക്ക് എത്തിക്കും. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് ദൂരം കാൽനടയായും ദുർഘടമായിട്ടുള്ള പാതയിലൂടെ വേണം ഈ ഭാഗത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള പള്ളിയിൽ തന്നെ കബറടക്കം നടത്താൻ അത്തരത്തിലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചേന്നാപ്പാറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.